ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ റംഷീദ്. വെൽക്കം ടു ഫോസ്റ്റർ അക്കാദമി. ഇന്ന് ഞാനൊരു ചോദ്യത്തോടുകൂടി തുടങ്ങട്ടെ. നമ്മളൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഇരുന്നാൽ ഫുഡ് കിട്ടും? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഓർഡർ കൊടുക്കണം. ഓർഡർ കൊടുത്താൽ മാത്രമേ വെയിറ്റർ നമുക്ക് ഫുഡ് കൊണ്ടുതരുള്ളൂ. ഇതുപോലെ തന്നെയാണ് പൈത്തണിലും. പൈത്തണിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓർഡർ കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന ഈ ഓർഡറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപുട്ട് എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് കിട്ടുന്ന ഫുഡ്, അതല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഓർഡർ കൊടുത്തതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസിനെ കുറിച്ചും അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും, പിന്നെ അതേപോലെ തന്നെ റിയൽ ലൈഫ് പ്രോഗ്രാംസ് വെച്ചിട്ട് എങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഈ സെക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്കിപ്പ് ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ടിനെ കുറിച്ചാണ്. അതിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, മൾട്ടിപ്പിൾ വാല്യൂസിനെ എങ്ങനെ പ്രിന്റ് ചെയ്യും, ഔട്ട്പുട്ടിൽ മെസ്സേജ് വെച്ചിട്ട് എങ്ങനെ പ്രിന്റ് ചെയ്യും, അതായത് നമ്മൾ കൊമ വെച്ചിട്ടും അതേപോലെ തന്നെ പ്ലസ് ഓപ്പറേറ്റർ വെച്ചിട്ടും എങ്ങനെയൊക്കെ പ്രിന്റ് ചെയ്യുന്നതാണ്. പിന്നെ ഫോർമാറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എങ്ങനെ നമ്മൾ ചെയ്യുന്നത്, അത് എഫ് സ്ട്രിംഗ് വെച്ചിട്ടും ഫോർമാറ്റഡ് ഫംഗ്ഷൻസ് വെച്ചിട്ടും എങ്ങനെ ചെയ്യുന്നുള്ളത്. പിന്നെ എൻഡും അതേപോലെ സബും എങ്ങനെയാണ് പ്രിന്റിൽ യൂസ് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് ഇൻപുട്ട് യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ടൈപ്പ് കാസ്റ്റിംഗ് എങ്ങനെയാണ് ഇൻപുട്ടിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് ഔട്ട്പുട്ടിനെ കുറിച്ച് നോക്കാം. എന്താണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാം ചെയ്തിട്ട് അതിനെ റൺ ചെയ്യിക്കുമ്പോൾ ഈ ഒരു സ്ക്രീനിൽ ഈ കൺസോളിന്റെ ഇവിടെ വരുന്ന ആൻസേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതായത് പ്രോഗ്രാം യൂസറോട് പറയുന്ന, യൂസർക്ക് റിട്ടേൺ ആയിട്ട് കൊടുക്കുന്ന ആ വാല്യൂസിനെ അല്ലെങ്കിൽ ആ ഒരു മെസ്സേജസിനെ അല്ലെങ്കിൽ ആ ഒരു ആൻസേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ടിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ് ഫംഗ്ഷന്റെ പേര്? പ്രിന്റ് എന്ന് പറയും. ഓക്കെ, നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പ്ലോററിൽ ഞാൻ എന്ത് ചെയ്തു? ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്തു. അവിടെ ക്ലാസ് 4.py കൊടുത്തു. അപ്പൊ എനിക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ചെയ്യാം? പ്രിന്റ് കൊടുക്കുന്നു. അതിൽ ഡബിൾ കോട്ട്സിലായിട്ട് ഞാൻ ഹായിന്ന് ജസ്റ്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. ഓക്കെ, സേവ് ചെയ്തു. ഞാനിത് റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്തു? പൈത്തൺ ക്ലാസ് 4.py. ഓക്കെ, സെൻറ്റർ അടിച്ചു. എന്ത് വന്നു? എനിക്ക് ആൻസർ ഹായ് എന്ന് വന്നു. ഓക്കെ, ഇപ്പോൾ പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. പ്രിന്റിൽ നമ്മൾക്ക് ഒരു ടെക്സ്റ്റ് ആണ് പ്രിന്റ് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക? ഡബിൾ കോട്ട്സിൽ കൊടുക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റിന്റെ വേരിയബിൾസ് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റ് വാല്യൂസ് ആണ് നമ്മൾ കൊടുക്കുന്നത്, ഡബിൾ കോട്ട്സിൽ നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് ഒരു ഇൻറ്റിജർ വാല്യൂ ആണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? പ്രിന്റ് ഞാൻ എന്ത് കൊടുക്കുന്നു? 5 എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഓക്കെ, സേവ് ചെയ്യുന്നു. ഞാൻ ഇതിന് ഒന്നും കൂടി റൺ ചെയ്യുകയാണ്. എനിക്ക് എന്ത് പ്രിന്റ് ചെയ്തു? ഹായ് എന്നും പ്രിന്റ് ചെയ്തു, 5 എന്നും പ്രിന്റ് ചെയ്ത് കിട്ടി. ഇനിയിപ്പോൾ നമ്മളൊരു ഫ്ലോർ നമ്പർ ആണ് പ്രിന്റ് ചെയ്യിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൊടുക്കാം 5.6 കൊടുക്കാം. ജസ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്കൊരു ബൂളിയൻ വാല്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ആ വാല്യൂസ് നമുക്ക് ജസ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, സ്ട്രിംഗ് ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഡബിൾ കോട്ട്സ് കൊടുത്താൽ മതി. ബാക്കിയുള്ളതിനൊന്നും ഡബിൾ കോട്ട്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സേവ് ചെയ്യുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഹായിന്ന് പ്രിന്റ് ചെയ്തു, 5.6 പ്രിന്റ് ചെയ്തു, ട്രൂ എന്ന് പറയുന്നതും പ്രിന്റ് ചെയ്തു. ഇത് ഞാൻ വാല്യൂസിനെയാണ് ഞാൻ എന്ത് ചെയ്തത്? ഡയറക്റ്റ് വാല്യൂസിനെയാണ് ഞാൻ ഇപ്പോൾ പ്രിന്റ് ചെയ്യിച്ചു. ഇനിയിപ്പോൾ നമുക്ക് വേരിയബിൾസ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിലും പ്രിന്റ് ചെയ്യിക്കാനും പറ്റും. അതെങ്ങനെ പ്രിന്റ് ചെയ്യിക്കാം? നമ്മൾ വേരിയബിൾ ആദ്യം ഡിക്ലെയർ ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ നെയിം എന്ന് പറയുന്ന വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, അതിന് രാഹുൽ കൊടുത്തു. ജസ്റ്റ് എനിക്ക് രാഹുലിനെ പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? പ്രിന്റ് എന്ത് ചെയ്യാം? നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ഓക്കെ, സേവ് ചെയ്തു. ഓക്കെ, ക്ലിയർ ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, CLS അടിച്ചാൽ മതി. ക്ലിയർ ആകാം. ഓക്കെ, പ്രിന്റ് റൺ ചെയ്യിക്കുന്നു. എന്ത് പ്രിന്റ് ചെയ്തു? രാഹുൽ എന്നുള്ളത് പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇനി വേരിയബിൾ കൊടുക്കുമ്പോൾ ഉപകാരം എന്താ? നമുക്ക് വാല്യൂസിന് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റാം. ഇപ്പം ഞാനിവിടെ രാഹുൽ എന്നുള്ളിടത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? രഘു എന്നുള്ള വാല്യൂസ് ആക്കി മാറ്റി. ഓക്കെ, സേവ് ചെയ്തു. ജസ്റ്റ് അത് പ്രിന്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ വാല്യൂസ് എന്താ പ്രിന്റ് ചെയ്യുക? രഘു എന്ന് പറഞ്ഞിട്ടാണ് പ്രിന്റ് ചെയ്യുക. കാരണം ഇവിടെ ഞാൻ കൊടുത്ത നെയിമിന്റെ വാല്യൂസ് ഞാൻ ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇവിടെ നോക്കുക. ഇവിടെ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു രഘു എന്നുള്ളത് മാത്രം പ്രിന്റ് ചെയ്തതുകൊണ്ട്
നമുക്കത് എന്താണെന്നില്ല, ഒരു മീനിങ് ഫുള്ള് കിട്ടുന്നില്ല. നമുക്ക് എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ ഇൻഫർമേഷൻ ആയിട്ട് കൊടുക്കണം, ജസ്റ്റ് ഡാറ്റ ആയിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അതായത് കൊടുക്കുന്ന ഡാറ്റ എന്തായിരിക്കണം, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സ് ആയിട്ട് വേണം കൊടുക്കാൻ. അപ്പം അതങ്ങനെ, അതായത് നമ്മൾ നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂട്ടർ ആയിട്ടുള്ള മെസ്സേജും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ ഇതാണ് മൈ നൈം ഈസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത് എന്താണ്, ആ നെയിമിൽ എന്താണോ പേര് കൊടുത്തത് അതാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അങ്ങനെ അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്നത് കോമ ഞാൻ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ വേരിയബിളിന്റെ പേര് പറയും. ഓക്കെ, സേവ് ചെയ്യുന്നു. ഞാനിത് റൺ ചെയ്യുകയാണ്. എന്ത് വന്നു, മൈ നെയിം ഈസ് രഘു എന്ന് പറഞ്ഞിട്ട് വന്നു. ഓക്കെ, ഇവിടെ ഈ കൊമ കൊടുക്കുമ്പോൾ പൈത്തണിന് കൊമ കൊടുക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കൊമ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താണോ സ്ട്രിങ് ഉള്ളത് അതിൻ്റെ കൂടെ ഒരു സ്പേസും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ വേരിയബിളിനെ എടുക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, മൈ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ സ്പേസ് നമ്മൾ ഇവിടെ അടിച്ചിട്ടില്ല. ഓക്കെ, മൈ നെയിം ഈസും രഘുവും തമ്മിൽ ഒരു സ്പേസ് ഇല്ല. ഇതിൻ്റെ അവസാനം അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലോ സ്പേസ് ഇല്ല. പക്ഷേ പൈത്തൺ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഒരു സ്പേസ് നമുക്ക് അലൗ ചെയ്ത് തരും. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഏജ് ഈക്വൽ ടു 20. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, കൊമ ഇട്ടിട്ട് കഴിഞ്ഞു ആൻഡ് മൈ ഏജ് ഈസ്, ഓക്കെ, മൈ ഏജ് ഈസ് കൊമ ഇട്ടിട്ട് ഞാൻ എന്ത് കൊടുക്കുന്നു, ഏജ് കൊടുക്കും. ഓക്കെ, സേവ് ചെയ്തു. ഇത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുകയാണ്. എന്താണ്, മൈ നെയിം ഈസ് രഘു, സ്പേസ് വന്നു ആൻഡ് മൈ ഏജ് ഈസ് 20. ഓക്കെ, ഇതാണ് കൊമ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് എത്ര വാല്യൂസ് വേണമെങ്കിലും ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പ്രിന്റ് ചെയ്യിച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആളാണ് പ്ലസ് ഓപ്പറേറ്റർ. ഇതാണ് പ്ലസ് ഓപ്പറേറ്റർ. നമുക്ക് സ്ട്രിങ്ങിനെ തമ്മിൽ കോൺകാറ്റിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, പ്ലസ് ഓപ്പറേറ്റർ. പ്ലസ് ഓപ്പറേറ്റർ വെച്ചിട്ട് ഞാൻ ഇത് ചെയ്യുകയാണെങ്കിൽ ഈ കൊമക്ക് വരെ ഞാൻ പ്ലസ് ആണ് യൂസ് ചെയ്തതെന്ന് വിചാരിക്കും. പ്ലസ് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ എനിക്ക് പ്ലസ് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഏജ് എന്ന് പറയുന്നത് എന്താണ്, നമ്പറാണ്. നമ്പർ എന്തിൽ എടുക്കത്തില്ല, ഈ പ്ലസ് ഓപ്പറേറ്റർ ചെയ്യുമ്പോൾ എടുക്കത്തില്ല, എറർ കാണിക്കും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ഓപ്പറേറ്റർ ഓൺലി സ്ട്രിങ്സിന് മാത്രമേ കൂട്ടി യോജിപ്പിക്കുള്ളൂ, വേറെ ഒരു ഡാറ്റ ടൈപ്പിനെയും കൂട്ടി യോജിപ്പിക്കില്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏജിനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അത് എങ്ങനെ കൺവേർഷൻ എന്നുള്ളത് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നുണ്ട്. ജസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഫംഗ്ഷനാണ് str എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആ ഫംഗ്ഷനിൽ എന്ത് ചെയ്യുക, ആ വേരിയബിൾ കൊടുക്കുക. ഓക്കെ, ഇത്രയും നമ്മൾ കൊടുത്തു, സേവ് അടിച്ചു. സേവ് അടിച്ചതിന് ശേഷം നോക്കുക, മൈ നെയിം ഈസ് രഘു. രഘുവിൻ്റെ അടുത്ത് എന്തില്ല, സ്പേസ് ഇല്ല. ആൻഡിൻ്റെ അടുത്ത് സ്പേസ് ഇല്ല. മൈ ഏജ് ഈസ് 20. ഓക്കെ, അവിടെയും സ്പേസ് വരുന്നില്ല. ഇപ്പോൾ പ്ലസ് ഓപ്പറേറ്ററും കൊമയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, പ്ലസ് ഓപ്പറേറ്റർ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺകാറ്റിനേഷൻ പോസിബിൾ ആണ്. പക്ഷേ എന്ത് കിട്ടില്ല, നമുക്ക് സ്പേസ് കിട്ടില്ല. അപ്പം നമുക്ക് ഇവിടെ സ്പേസ് ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മൈ നെയിം ഈസ് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്പേസ് ഇട്ട് കൊടുക്കണം. അതേപോലെ ഹാൻഡ് തുടങ്ങുന്നിടത്തും ഒരു സ്പേസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഈസ് ശേഷം ഒരു സ്പേസ് ഇട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ അതെന്തുള്ളൂ, കറക്റ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ ഒന്നും കൂടി റൺ ചെയ്യുകയാണ്. ഇപ്പോൾ അത് കറക്റ്റ് ഫോർമാറ്റഡ് ആയി. ഇതാണ് മൈ നെയിം ഈസ് രഘു, സ്പേസ് വന്നു ആൻഡ് മൈ ഏജ് ഈസ് 20. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ കോമ ഇട്ടിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്ലസ് ഓപ്പറേറ്റർ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളത് പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിൽ ശ്രദ്ധിക്കേണ്ട സാധനം, കൊമ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് ഓൾറെഡി നമുക്ക് പൈത്തൺ തന്നെ തരും. പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല, സ്പേസ് തരത്തില്ല. ഇനി നമ്മൾ പ്രിന്റിലെ ഒരു രസകരമായ ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. SCP, അതായത് സെപ്പറേറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. നോക്കാം. ഞാനിവിടെ പ്രിന്റ് പൈത്തൺ ജാവ C, 3 ലാംഗ്വേജും പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്തു, സേവ് അടിച്ചു. ഞാൻ യൂസ് ചെയ്തത് ഏതാണ്, കൊമ ഓപ്പറേറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിനെ റൺ ചെയ്യിക്കാൻ പോവാണ്. എന്തായി, പൈത്തൺ
സ്പേസ് ജാവ സ്പേസ് സി വന്നു. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയാണ് SC സെപ്പറേറ്റർ. എനിക്ക് എന്ത് വേണം? ഒരു ഐഫൺ വേണം. അതായത് പൈത്തൺ ഐഫൺ ജാവ ഐഫൺ സി എന്നുള്ള രീതിയിൽ വേണം ഔട്ട്പുട്ട് വരാൻ വേണ്ടി. ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ സേവ് ചെയ്യുന്നു. എന്ത് വന്നു? പൈത്തൺ ഐഫൺ ജാവ ഐഫൺ സി വന്നു. ഓക്കെ, ഇനി അതല്ല, എനിക്ക് ഐഫൺ അല്ല, എനിക്ക് പൈപ്പ് സിമ്പിളാണ് വേണ്ടത്. ഓക്കെ, പൈപ്പ് സിമ്പിളാണ്. പൈപ്പ് സിമ്പിൾ ഞാൻ എന്ത് ചെയ്തു? കൊടുക്കും. ഓക്കെ, അത് ഞാൻ റൺ ചെയ്യുകയാണ്. ഇപ്പം എന്താണ്? പൈത്തൺ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ SCP യൂസ് ചെയ്യുന്നത് സെപ്പറേറ്റ് ചെയ്യാണ്. എന്ത്? ഓരോ വാല്യൂസും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാണ്. എന്ത് വെച്ചിട്ട്? ഈ ഒരു ഇത് വെച്ചിട്ട്. ഓക്കെ, ഇത് നമുക്ക് യൂസ്ഫുൾ ആകുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബിൽസ് ഒക്കെ കിട്ടില്ല. നമ്മൾ ബില്ലൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഐറ്റം നെയിം, ക്വാണ്ടിറ്റി, പ്രൈസ്, ടോട്ടൽ എന്നിങ്ങനെ സ്പേസ് ഇട്ടിട്ടാണ് കിട്ടുക. ഓക്കെ, അതേ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇപ്പോൾ പ്രിന്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാൻ കൊടുക്കുകയാണ് പ്രിന്റ് ഐറ്റം നെയിം ക്വാണ്ടിറ്റി, പ്രൈസ്, ടോട്ടൽ. ഓക്കെ, ഇവിടെ കൊടുക്കുകയാണ് SCP equal to SCP equal to പൈപ്പ് സിമ്പിൾ ഞാൻ കൊടുത്തു, സേവ് ചെയ്തു, ഇതിനെ റൺ ചെയ്യുകയാണ്. അപ്പം എങ്ങനെയാണ് വന്നത്? ഐറ്റം നെയിം ബാറ്, ക്വാണ്ടിറ്റി ബാറ്, പ്രൈസ് ബാറ്, ടോട്ടൽ. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിൻ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടി സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? ഈ സെപ്പറേറ്റർ എന്ന് പറയുന്ന കാര്യം. SCP is equal to എന്ത് വെച്ചിട്ടാണോ നമുക്ക് ഇതിനെ ഈ വേർഡ്സുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യേണ്ടത്, അത് നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. അടുത്ത് നമ്മൾ നോക്കുന്നത്, ഞാനിപ്പോൾ പ്രിന്റ് വെൽക്കം ടു അടിച്ചു, പ്രിന്റ് പോസ്റ്റർ ലക്ഷ്യം, സേവ് ചെയ്തു, റൺ ചെയ്യുകയാണ്. വെൽക്കം ടു ഫോസ്റ്റർ അക്കാദമി. ഇത് രണ്ട് ലൈനായിട്ട് വന്നു. എനിക്ക് ഇതിൻ്റെ രണ്ടിന് എന്ത് ചെയ്യണം? ഒരുമിച്ച് വരണം. അതായത് വെൽക്കം ടു ഫോസ്റ്റർ അക്കാദമി ഇതിൻ്റെ ഒപ്പരം തന്നെ വരണം. ഇതിപ്പോൾ രണ്ട് പ്രിന്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിന് രണ്ടിനും ഒരുമിച്ച് നമുക്ക് വരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് കൊടുക്കുന്നു? end is equal to സ്പേസ് ഇട്ടു, end is equal to സ്പേസ് ഇട്ട് കൊടുത്തു, സേവ് വെച്ചു. ഓക്കെ, ഇപ്പം എങ്ങനെ വന്നു? വെൽക്കം ടു ഫോസ്റ്റർ അക്കാദമി ഒരു ലൈൻ തന്നെ വന്നു. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എല്ലാ പ്രിന്റിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിലും എൻഡ് ഉണ്ട്, പക്ഷെ അത് നമ്മൾ കാണത്തില്ല. ഡിഫോൾട്ടായിട്ട് ഒരു എൻഡ് ഉണ്ട്. ആ എൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് സ്ലാഷ് എൻ ആണ്. എന്താണ് സ്ലാഷ് എൻ? അതൊരു എസ്കേപ്പ് ക്യാരക്ടറാണ് സ്ലാഷ് എൻ എന്ന് പറയുന്നത്. അത് ഓട്ടോമാറ്റിക്കലി പ്രിന്റിന്റെ ഫംഗ്ഷൻ്റെ കൂടെ എൻഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രാവശ്യം പ്രിന്റ് ചെയ്യുമ്പോഴും അത് പ്രിന്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ലൈനിൽ അടുത്തത് വരുന്നത്. ഓക്കെ, നമുക്കിവിടെ എൻഡ് ഞാനിപ്പോൾ എന്താണ് കൊടുത്തത്? സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ശേഷം എന്ത് സ്പേസ് ആയി. ഇത് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഗ്രാമർ കൊടുക്കുകയാണ്, എനിക്കെന്ത് വേണ്ട? നിങ്ങളുടെ ആ എൻഡ് സ്ലാഷിന് വേണ്ട, പകരം ഞാൻ പറയുന്നത് പോലെയാണ് എനിക്കിത് എൻഡ് ആക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് തരും. ഇനി നമുക്ക് സ്ലാഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ പ്രിന്റിൽ ഞാൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു, ഞാൻ സേവ് ചെയ്തു. ഇത് ഞാൻ പ്രിന്റ് ചെയ്യുകയാണ്. എന്ത് വന്നു?
ഫസ്റ്റ് ഫ്ലോർ മാധവം ബിൽഡിംഗ് പാർക്ക് റോഡ് വടകര എന്ന് വന്നു. എനിക്ക് ഈ പാർക്ക് റോഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ലൈനിലേക്കായിരുന്നു വേണ്ടിയിരുന്നത്. അതായത് ഫസ്റ്റ് ലൈനിൽ നമ്മൾ അഡ്രസ്സ് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഫ്ലോർ മാധവം ബിൽഡിംഗ് ഒരു ലൈനിലും പാർക്ക് റോഡ് വടകര സെക്കൻഡ് ലൈനിലുമാണ് വരേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പാർക്ക് റോഡിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് /n ഇടുന്നു, /n ഇടുന്നു, സേവ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇതിനെ റൺ ചെയ്യുകയാണ്. ഇപ്പം നോക്കുക, ആൻസർ നോക്കുക. ഫസ്റ്റ് ഫ്ലോർ മാധവം ബിൽഡിംഗ് ഒരു ലൈനിലേക്ക് വന്നു, ബാക്കിയുള്ളത് നെക്സ്റ്റ് ലൈനിൽ കറക്റ്റ് ആയിട്ട് വന്നു, പാർക്ക് റോഡ് വടകര. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഗ്രാമിൽ പ്രിന്റ് ചെയ്യുന്നതിന് നെക്സ്റ്റ് ലൈനിലേക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്, /n യൂസ് ചെയ്യും. ഇതേപോലുള്ള ഒരു എസ്കേപ്പ് ക്യാരക്ടറാണ് /t. അതും കൂടി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. /n പകരം ഞാനിപ്പോൾ /t ആണ് കൊടുത്തതെങ്കിൽ സേവ് ചെയ്യുന്നു. ഞാൻ ഇതിനെ റൺ ചെയ്യുകയാണ്. ഫസ്റ്റ് ഫ്ലോർ മാധവം ബിൽഡിംഗ് എന്ന് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് എനിക്ക് കിട്ടുന്നുണ്ട്. ഈ സ്പേസിന് നമ്മൾ പറയുന്ന പേരാണ് ടാബ് സ്പേസ്. ഈ ടാബ് സ്പേസ് ആണ് കിട്ടുക. നമ്മൾ പിന്നെ കീബോർഡിൽ ടാബ് കീ അടിക്കുമ്പോൾ സ്പേസ് അടിക്കുന്നതിനെക്കാട്ടും കൂടുതലായിട്ടുള്ള സ്പേസ് കിട്ടുമല്ലോ. അതേപോലെ തന്നെയാണ് ഇതിനും എന്ത് ചെയ്യും, ആ ഒരു സ്പേസ് ആണ് എവിടെ കിട്ടുന്നത്, /t അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നു. എൻ്റെ കഴിഞ്ഞ സെക്ഷനിലെ അസൈൻമെന്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് അസൈൻമെന്റ് ഞാൻ തന്നത് ഐഡന്റിഫൈ ദ ഡാറ്റ ടൈപ്പ് ആണ്. ഓക്കെ, ഇതിൽ ഫസ്റ്റത്തെ ഡാറ്റ ടൈപ്പ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യുമ്പോൾ ടൈപ്പ് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡ് ആണ് കിട്ടുക, കാരണം ഇൻഡിജർ വാല്യൂസ് ആയതുകൊണ്ട്. രണ്ടാമത്തേതിൽ നമ്മൾ എന്താണ് 4.6 ആണ്, അത് ഫ്ലോട്ട് ആയിട്ടാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. മൂന്നാമത്തത് പൈത്തൺ എന്ന് പറയുന്ന സ്ട്രിംഗ് വാല്യൂ ആണ്, അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, str സ്ട്രിങ്ങിന്റെ വാല്യൂ ആയിട്ട് കിട്ടും. പിന്നെ നമ്പേഴ്സ് നമ്മൾ എന്താണ് ലിസ്റ്റ് ആയിട്ടാണ് കൊടുത്തത്, സ്ക്വയർ ബ്രാക്കറ്റ് ആണ്, അതുകൊണ്ട് ലിസ്റ്റ് ആണത്. ഓക്കെ, പകരം റൗണ്ട് ബ്രാക്കറ്റ് ആണ്, ടപ്പിൾ എന്നാണ് കിട്ടുക. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ വിശദമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്പേഴ്സ് 1 2 3 ആണ്. അപ്പോൾ അതിൻ്റെ എന്താണ് ആൻസർ, ലിസ്റ്റ് എന്ന് പറയുന്നതാണ് ആൻസർ വരുന്നത്. പിന്നെ സ്റ്റാറ്റസ് ഈക്വൽ ടു ട്രൂ എന്നുള്ളത് നമ്മൾ എന്താണ് ബൂളിയൻ വാല്യൂ ആണ്, അതുകൊണ്ട് തന്നെ ആൻസർ നമുക്ക് എന്ത് കിട്ടും, ക്ലാസ് ബൂളിയൻ ആണ് കിട്ടും. രണ്ടാമത്തെ അസൈൻമെന്റ് എന്ന് പറയുന്നത് നമ്മൾ താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് സൂട്ടബിൾ ആയിട്ടുള്ള വേരിയബിൾ നെയിം ഡാറ്റ ടൈപ്പ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഡാറ്റ ടൈപ്പ് നമ്മൾ ചൂസ് ചെയ്യില്ല, ഡാറ്റ ടൈപ്പ് നമ്മൾ ഡാറ്റ വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ച് സിസ്റ്റം സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതെന്താണ് പ്രിന്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, പ്രോഗ്രാം വൈസ് ചെയ്യണം. ഇപ്പോൾ ഏജിന് ഞാൻ കൊടുത്തത് ഏജ് എന്ന് പറയുന്ന വേരിയബിൾ നെയിമാണ്. ഹൈറ്റ്, നെയിം. സബ്ജക്ട് ലിസ്റ്റിന് ഞാൻ സബ്ജക്റ്റ് എന്നാണ് കൊടുത്തത്. റിസൾട്ടിന് ഈസ് പാസ് എന്ന് പറയുന്ന വേരിയബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് അതിന്റെ വാല്യൂസ് പ്രിന്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ടൈപ്പ് പ്രിന്റ് ചെയ്യാനും, അതായത് ഏതാണ് ഡാറ്റ ടൈപ്പ് അത് യൂസ് പിന്നെ പൈത്തൺ എടുത്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതും കൂടി പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏജ് ഞാൻ കൊടുത്തു, അതിനൊരു വാല്യൂ കൊടുത്തു, അതേപോലെ തന്നെ ഏജിനെ പ്രിന്റ് ചെയ്യിപ്പിച്ചു, അതിന്റെ ടൈപ്പ് പ്രിന്റ് ചെയ്യിപ്പിച്ചു. അതേപോലെ ഹൈറ്റ് എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്യിപ്പിച്ചു, ഹൈറ്റിന്റെ ടൈപ്പും പ്രിന്റ് ചെയ്യിച്ചു. പിന്നെ നെയിമിന്റെ ടൈപ്പും പ്രിന്റ് ചെയ്യിപ്പിച്ചു. സബ്ജക്റ്റ് പ്രിന്റ് ചെയ്യിപ്പിച്ചു, ആ സബ്ജക്റ്റിന്റെ ടൈപ്പ് പ്രിന്റ് ചെയ്യിപ്പിച്ചു. പിന്നെ എന്താണ് ഈ സ്പാസ് എന്ന് പറയുന്ന വേരിയബിളിൽ പ്രിന്റ് ചെയ്യിപ്പിച്ചു, അതിന്റെ ടൈപ്പും കൂടി പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, നെക്സ്റ്റ് അസൈൻമെന്റ്, മൂന്നാമത്തെ അസൈൻമെന്റ് എന്തായിരുന്നു, ചൂസ് ദ കറക്റ്റ് ആൻസർ ആയിരുന്നു. ഓക്കെ, അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് ഏതാണ് വാലിഡ് ആയിട്ടുള്ള വേരിയബിൾ നെയിം. വൺ നെയിം എന്നുള്ളത് വേരിയബിൾ നെയിം ആയിട്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം എന്താണ് നമ്പേഴ്സ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് @1 ആണ്, അതാണ് കറക്റ്റ് ആൻസർ. കാരണം മൂന്നാമത്തെ ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് ആണ്. @ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫസ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. പകരം നമുക്ക് എന്ത് അണ്ടർസ്കോർ ആയിരുന്നെങ്കിൽ അത് വാലിഡ് ആയിരുന്നു, അണ്ടർസ്കോർ അല്ല, അതുകൊണ്ട് അതും വാലിഡ് അല്ല. അപ്പോൾ ആൻസർ ബി ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഡാറ്റ ടൈപ്പ് യൂസസ് ടു സ്റ്റോർ ടെക്സ്റ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഡാറ്റ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം str എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പാണ്, സ്ട്രിംഗ് ആണ്. ഇൻഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻഡിജർ വാല്യൂസ് ആണ്. ഫ്ലോട്ട് ഡെസിമൽ പോയിന്റ്സ് നമ്പേഴ്സ് ആണ്. ബൂള് ട്രൂ ഓർ ഫോൾസ് ആണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആൻസർ ഏതാണ്, str ആണ് ആൻസർ. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ടൈപ്പ് ഓഫ് 10. അപ്പോൾ ടൈപ്പ് ഓഫ് 10 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക. 10 എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിജർ വാല്യൂസ് ആണ്, അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് എന്താണ് വരിക, ഇൻഡ് എന്ന് പറഞ്ഞിട്ടാണ് വരിക. അസൈൻമെന്റ്സ് ഒക്കെ കംപ്ലീറ്റ് ആയവർ കമന്റ് ചെയ്യണം കേട്ടോ. അസൈൻമെന്റ് ചെയ്യാൻ മറക്കരുത്. ഇതൊക്കെ നിങ്ങളുടെ ഭാവിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ പഠിച്ചത് ഇൻപുട്ട് ഫംഗ്ഷനെ കുറിച്ചും ഔട്ട്പുട്ട് ഫംഗ്ഷനെ കുറിച്ചും, ടൈപ്പ് കാസ്റ്റിംഗ്, അതേപോലെ റിയൽ ലൈഫ് പ്രോഗ്രാം വെച്ചിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് വിശദീകരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൈത്തൺ ഇനി കൺഫ്യൂഷൻ അല്ല, മറിച്ച് ക്ലാരിറ്റി ആൻഡ് കോൺഫിഡൻസ് ആണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.